നമസ്കാരം. അമേരിക്കൻ വിദേശ നയ ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്ത്രപരമായ പാളിച്ചകൾ ധാരാളമുണ്ട്. ഏറ്റവും ഒടുവിലത്തേതാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഫെബ്രുവരി 28 ആരംഭിച്ച് ഏതാനും ആഴ്ചകൾ മാത്രം നീണ്ടുനിന്ന ഇറാനെതിരായ ഇസ്രായേലിനോട് സഖ്യം ചേർന്നുകൊണ്ടുള്ള ഈ സൈനിക നീക്കം ലക്ഷ്യമിട്ട ഒന്നുപോലും നേടാനാകാതെ അമേരിക്കയ്ക്ക് വൻ തിരിച്ചടിയായി മാറിയിരിക്കുന്ന കാഴ്ചയാണ്. ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാനും അവരുടെ സൈനിക ആണവശേഷി തകർക്കാനും ലക്ഷ്യമിട്ട ട്രംപ് ഭരണകൂടത്തിന് ഏറ്റവും ഒടുക്കം ഇറാന്റെ നിബന്ധനകൾക്ക് വഴങ്ങിവിടുന്നതിൽ പ്രഖ്യാപിക്കേണ്ടി വന്നത് വൻ ശക്തി എന്ന നിലയിൽ അമേരിക്കയുടെ പതനമായി തന്നെ വിലയിരുത്തപ്പെടണം. നോക്കൂ, ലോകമഹായുദ്ധങ്ങൾ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. ലോകത്തിപ്പോഴും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാന് മേൽ ആക്രമണം നടത്തുന്ന സമയത്ത് ഇറാൻ എന്ന് പറയുന്ന ഒരു സ്വേച്ഛാധിപത്യ രാഷ്ട്രത്തിൻ്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിക് റെജീം അവിടെ നിൽക്കുന്നതിൻ്റെ ഒരുപാട് പ്രതിസന്ധികൾ ആ രാജ്യത്തിന് തന്നെ ഉണ്ടായിരുന്നു. ആ നാട്ടിലെ ജനങ്ങൾ തന്നെ പൊറുതിമുട്ടി അവർ രംഗത്തിറങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും ഒരു മതഭരണകൂടത്തിന് പകരം ഒരു ജനാധിപത്യ സർക്കാർ അവിടെ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് എല്ലാ മനുഷ്യസ്നേഹികളും ആഗ്രഹിക്കുന്ന ഒന്നാണ്. മാത്രമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സുതാര്യമല്ലാത്ത രീതിയിലാണ് അവർ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നത്. ഇറാനെ പോലൊരു തെമ്മാടി രാഷ്ട്രം ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ അത് ലോകത്തെ ഏജൻസികൾക്ക് മുന്നിൽ സുതാര്യമായി അത് എന്തൊക്കെയാണോ മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങൾക്കനുസൃതമായി വേണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. മാത്രമല്ല, ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിനും ഈ നാട്ടിൽ ഈ ലോകത്തിൽ അതിജീവിക്കേണ്ടതുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ജൂതരാജ്യമായതുകൊണ്ട് തന്നെ ആ രാജ്യത്തിനെതിരെ ഹമാസിനെയും ഹിസ്ബുള്ളയും ഹൂത്തികളെയും പോലെയുള്ള മിലീഷ്യകളെ ചെല്ലും ചെലവിനും കൊടുത്ത് പറഞ്ഞുവിടുന്ന ഇറാന്റെ പരമാധികാരം ഇല്ലാതെയാകണമെന്നത് വ്യക്തിപരമായ എൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡും കൂടിയായിരുന്നു. എന്തായാലും അമേരിക്ക ഇസ്രായേലും ഒക്കെ സംയുക്തമായി ആരംഭിച്ച ഫെബ്രുവരി 28 യുദ്ധത്തിന് എന്തായാലും 2 ആഴ്ചത്തെ ഒരു വെടിനിർത്തലിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഒരു സൈനിക നടപടിയുടെ പരാജയം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധം നിൽക്കേണ്ട തന്നെയാണ്. യുദ്ധം ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ലോകത്തിന് സമാധാനം ഉണ്ടാക്കില്ല. അത് എല്ലാ തലത്തിലും നമ്മളെ ബാധിച്ചു. അത് നമുക്കൊരു ദിവസം LPG ഷോർട്ടേജ് വന്നത് മുതൽ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ പലതരത്തിലാണ് ഇത് ബാധിക്കുന്നത്. എന്തായാലും പല തലങ്ങളിൽ ദൃശ്യമാണ്. എന്നാൽ യുദ്ധത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ അമേരിക്ക പറഞ്ഞൊരു കാര്യം പോലും അവർക്ക് സാധിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ താഴെ ഇറക്കി തങ്ങൾക്ക് അനുകൂലമായ ഒരു സംവിധാനം കൊണ്ടുവരിക എന്നതായിരുന്നു അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ജനകീയ പ്രക്ഷോഭത്തിലൂടെ ഇറാൻ ഭരണകൂടം തകരുമെന്ന് ട്രംപ് കണക്ക് കൂട്ടിയിരുന്നു. എന്നാൽ ആഭ്യന്തര ഭിന്നതകൾ മറന്ന് ഇറാനിയൻ ജനത തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഒന്നിക്കുന്ന കാഴ്ച പിന്നീട് കണ്ടു. ഒരു പക്ഷേ ഇറാനിലെ ജനതകൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും അവിടെയുള്ള ഇന്റർനെറ്റ് സംവിധാനങ്ങൾ കട്ട് ചെയ്തും തെരുവിലിറങ്ങി ഇറാൻ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്ന ആളുകൾക്ക് നേരെ തോക്ക് ചൂണ്ടിയും അവരെ കൊന്നൊടുക്കിയും അവരെ പരസ്യമായി വധശിക്ഷയ്ക്ക് വിധിച്ചുമൊക്കെ ഇറാൻ പൂർണ്ണമായും അർത്ഥത്തിൽ അതിനെ അടിച്ചമർത്തുകയാണ്. ഭരണകൂടത്തിനെതിരെ തിരിയുന്നതിന് പകരം അത്തരത്തിൽ ജനങ്ങളെ അടിച്ചമർത്തുന്ന ഒരു രീതി വന്നതോടുകൂടി ഇറാനിലെ ജനങ്ങളെ ഇറക്കി ഇറാൻ ഭരണകൂടത്തെ അടിച്ചമർത്തുക അല്ലെങ്കിൽ അട്ടിമറിക്കുക എന്നൊരു കാര്യം അവിടെ സാധ്യമായില്ല. ഊർജ്ജ നിലയങ്ങളും മറ്റും സംരക്ഷിക്കാൻ ജനങ്ങൾ മനുഷ്യകവചം തീർത്തു എന്നൊക്കെ ഇറാൻ പറയുന്നുണ്ട്. എന്തായാലും സമ്പൂർണ്ണ അർത്ഥത്തിൽ ഒരു ഭരണത്തലപ്പത്ത് മാറ്റമുണ്ടായി. ആയത്തുള്ള ഖമനി കൊല്ലപ്പെടുന്നു, തുടർച്ചയായി മുജിതബ ഖമനി അധികാരത്തിൽ വന്നു എന്നൊരു മാറ്റം ഉണ്ടായി എന്നതിനേക്കാൾ അപ്പുറമായി ഇറാന്റെ ആഭ്യന്തരമായ ക്രമീകരണങ്ങൾ മാറിയില്ല എന്നുള്ളതാണ് അർത്ഥം. അമേരിക്ക ആഗ്രഹിച്ചൊരു റെജീം ചേഞ്ച് അവിടെ സംഭവിച്ചില്ല. ഇതിൽ ഏറ്റവും നിർണായകമായ മറ്റൊരു കാര്യം സ്ട്രെയ്റ്റ്സ് ഓഫ് ഹോർമൂസുമായി ബന്ധപ്പെട്ടാണ്. ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ എണ്ണധമനിയായിരുന്നു. എണ്ണധമനിയെ അതൊരു തുറന്ന ഇടമായിരുന്നു. അവിടെ ഇറാന് ഒരു പരമാധികാരം ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇറാന്റെ തീരത്തുകൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹോർമൂസ് കടലിടുക്കിനെ ബന്ധിയാക്കി വെച്ചുകൊണ്ടുള്ള വിലവേശലാണ് ഇറാൻ നടത്തിയത്. ഈ തന്ത്രപ്രധാനമായ കടൽപാത ഇപ്പോൾ പുതിയ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് തുറന്നുവെങ്കിലും കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള അധികാരം ഇറാൻ നേടിയെടുത്തിരിക്കുകയാണ്. അതായത് അയത്തുള്ള ടോൾ ബൂത്ത് എന്ന രീതിയിൽ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഇറാന് സമ്പൂർണ്ണ ഒരു ആധിപത്യം ഈ ഹോർമൂസ് കടലിടുക്കിൽ വരികയാണ്. അതും തീർച്ചയായും അതിൻ്റെ പൂർണ്ണമായും അർത്ഥത്തിൽ അത് അമേരിക്കയുടെ പരാജയം തന്നെയാണ്. ഈ പരാജയം നാറ്റോ സഖ്യത്തിൻ്റെ തകർച്ചയ്ക്കും ഇസ്രായേൽ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ അതൃപ്തിക്കും ലോകരാജ്യങ്ങൾക്ക് മുഴുവനും ഇതിന് വലിയ പ്രതിസന്ധിയാണ്. കോടിക്കണക്കിന് രൂപ ഈ കപ്പൽച്ചാൽ കടക്കുന്നതിന് ഓരോ രാജ്യവും നൽകേണ്ടി വരും. ഇറാനെ ഒരു വിജയിയായി അറബ് ലോകം കാണുന്നത് അല്ലെങ്കിൽ മേഖലയിൽ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഊർജ്ജം നൽകുമെന്ന ആശങ്ക ശക്തമാക്കുന്നുമുണ്ട്. ഇനി മറ്റൊന്ന് സൈനിക സ്ട്രാറ്റജിയുടെ കാര്യത്തിലും അമേരിക്കയ്ക്ക് കനത്ത ആഘാതം ഏറ്റെടുത്തു. ഇറാന്റെ വ്യോമ പ്രതിരോധവും നാവികസേനയും തകർത്തെന്ന പെന്റഗണിന്റെ അവകാശവാദങ്ങൾ പൊള്ളയാണ് എന്നത് യുദ്ധത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഇറാനിയൻ ആക്രമണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ അഭിമാനമാണ് F-15 A-10 യുദ്ധവിമാനങ്ങൾ. ഇതൊക്കെ വെടിവെച്ചിട്ടതിലൂടെ ഇറാന്റെ പ്രതിരോധം എത്രത്തോളം ശക്തമാണെന്ന് കണ്ടു. വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്ന വേളയിൽ പോലും ഇസ്രായേലിനും സൗദി അറേബ്യയ്ക്കും നേരെ കൃത്യതയാർന്ന മിസൈൽ ആക്രമണം നടത്താൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. അതായത് ഇറാനെ അമേരിക്ക അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ സൈനിക നീക്കം ഇറാന്റെ ആക്രമണശേഷിയെ ബാധിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാൽ പൂർണ്ണമായും തകർത്തിട്ടില്ല എന്ന് തന്നെയാണ്.
ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ട്രംപിന്റെ നയപരമായ അവ്യക്തതയും ഇവിടെയുണ്ട്. അമേരിക്കയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഇപ്പോൾ ഇത്. യുദ്ധം തുടങ്ങുമ്പോൾ ആണവ കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് അവകാശപ്പെടുകയും പിന്നീട് ഇറാൻ ബോംബ് നിർമ്മാണത്തിന് അരികിലാണെന്ന് ഭയപ്പെടുത്തുകയും അമേരിക്ക ചെയ്യുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുക്കം ഇതൊക്കെ ആശയക്കുഴപ്പത്തിലേക്ക് വരികയാണ്. ഒടുവിൽ 2 ആഴ്ചത്തെ വെടിനിർത്തലെത്തുമ്പോൾ ഇറാന്റെ ആണവ പദ്ധതിക്ക് മേൽ യാതൊരു നിയന്ത്രണവും കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല. സാമ്പത്തികമായി നോക്കിയാൽ മറ്റൊരു വലിയ പ്രതിസന്ധി എവിടെയുണ്ട്. 15 അമേരിക്കൻ സൈനികരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. 500-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏകദേശം $800 ദശലക്ഷം സൈനിക ഉപകരണങ്ങളാണ് അമേരിക്കയ്ക്ക് നഷ്ടമായത്. ഇതിനെല്ലാം ഉപരിയായി ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ ട്രോൾ സംവിധാനവും അമേരിക്കയുടെ തന്ത്രപരമായ കീഴടങ്ങളായി തന്നെ കാണേണ്ടതുണ്ട്. ലോകത്തെ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര ജലപാതയിലൂടെ കടന്നുപോകാൻ അമേരിക്കൻ സഖ്യകക്ഷികൾ പോലും ഇറാന് പണം നൽകേണ്ടി വരുന്നത് ഇറാന്റെ രാഷ്ട്രീയ വിജയമാണ്. ടെഹ്റാൻ ടോൾബൂത്ത് എന്ന് പരിഹസിക്കപ്പെടുന്ന ഈ സാഹചര്യം മേഖലയിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും അമേരിക്കയുടെ നിയന്ത്രണം ഇല്ലാതാക്കുകയുമാണ് തത്വത്തിൽ ചെയ്തത്. വെടിനിർത്തൽ ഉണ്ടായി എന്ന് ആദ്യം പറഞ്ഞത് ട്രംപ് ആയതുകൊണ്ട് തത്വത്തിൽ അമേരിക്ക ജയിക്കുന്നില്ല. ചുരുക്കത്തിൽ വിയറ്റ്നാം യുദ്ധം നമുക്കറിയാം. വിയറ്റ്നാം യുദ്ധത്തിൽ എങ്ങനെയാണ് അമേരിക്ക തോറ്റുപോയതെന്ന്. വിയറ്റ്നാമിന് ശേഷം അമേരിക്ക നേരിട്ട ഏറ്റവും വലിയ സൈനിക തന്ത്രപരമായ പരാജയം തന്നെയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി. ഇസ്രായേൽ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ അതൃപ്തിയും നാറ്റോ സഖ്യത്തിലെ വിള്ളലുകളും ഇതിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതായത് ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായി ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യം. വൻതോതിലുള്ള വിഭവങ്ങളും ജീവനും നഷ്ടപ്പെടുത്തിയിട്ടും ഇറാനെ കൂടുതൽ കരുത്തരാക്കി മാറ്റാനേ ഈ ഹ്രസ്വകാല യുദ്ധം കൊണ്ട് ട്രംപിന് സാധിച്ചുള്ളൂ. ഇത് അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിന് കനത്ത മങ്ങലേൽപ്പിക്കുകയും വരും വർഷങ്ങളിൽ മേഖലയിലെ സമാധാന ചർച്ചകളിൽ ഇറാന് മുൻതൂക്കം നൽകുകയും ചെയ്യും. ഈ തിരിച്ചടി ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയിലും അമേരിക്കയുടെ ആഗോള നയങ്ങളിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമോ എന്നത് മാത്രമാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്.